ആശങ്കകൾക്ക് പരിഹാരമായില്ലെങ്കിൽ സമരമെന്ന കടുങ്കൈയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് തിയേറ്റർ ഉടമകൾ. ഒരു വർഷം നടത്തിപ്പ് ചിലവിന്റെ പകുതി പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. വിനോദ നികുതി ഒഴിവാക്കണമെന്ന ആവശ്യം കോൺക്ലേവിലും തിയേറ്റർ ഉടമകൾ ഉന്നയിച്ചു. ടാക്സ് എത്രയും പെട്ടെന്ന് തന്നെ നിർത്തലാക്കുക. അപ്പോൾ ആ പൈസ നമുക്ക് ടിക്കറ്റ് റേറ്റിൽ കുറയ്ക്കാൻ സാധിക്കും. ഈക്വൽ ഗ്രാവിറ്റിയോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മേളിൽ ഗ്രാവിറ്റിയോടുകൂടി കാണേണ്ട പ്രശ്നം ഇലക്ട്രിസിറ്റി, വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ടാരിഫ്. ഒരു തിയേറ്റർ അടഞ്ഞു കിടന്നാൽ പോലും ഒരു മാസം നമ്മൾ ഏകദേശം ഒരു മിനിമം 40,000 ടു ഒരു 80,000 90,000 റുപ്പീസ് വരെ ഫിക്സഡ് ചാർജ് ആയിട്ട് കൊടുക്കണം. വിനോദ നികുതിയിൽ കാര്യങ്ങൾ പഠിച്ചു ചെയ്യാമെന്ന് മന്ത്രിയുടെ മറുപടി. GST കൂടാതെ എന്റർടൈൻമെന്റ് ടാക്സ്, തമിഴ്നാട്ടിൽ എന്റർടൈൻമെന്റ് ടാക്സ് വാങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് വാങ്ങുന്നത് ഒഴിവാക്കണം. GST മതി എന്ന അഭിപ്രായങ്ങളൊന്നുണ്ട്. അതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത് എന്നത് ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് അറിയാം, അങ്ങനെ പറഞ്ഞത്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ചിത്രങ്ങൾ OTT-യിലേക്ക് കൈമാറുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം വേണമെന്നാണ് മറ്റൊരാവശ്യം. തിയേറ്ററിൽ നിന്ന് വാങ്ങുന്ന ആഹാര സാധനങ്ങൾക്ക് സിനിമ കാണുന്നതിലും ചിലവാണെന്ന വിമർശനവും ഉയർന്നു. സിനിമ കാണാൻ വരുന്നതിനുള്ള ചെലവിനേക്കാൾ കൂടുതലാണ് പോപ്കോൺ കഴിക്കാൻ വേണ്ടിയുള്ള ചെലവ്. അപ്പൊ അതിനനുസരിച്ച് വില കുറച്ച് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഒരു ന്യായം വേണ്ടേ? ആശങ്കകൾ അറിയിക്കാൻ വിപുലമായ വേദിയുണ്ടായെങ്കിലും പരിഹാരങ്ങൾക്കായി ഏറെ കാത്തിരിക്കാൻ തിയേറ്റർ ഉടമകൾക്കാവില്ല. എൻ്റെ തിയേറ്റർ തന്നെ ഒരു വർഷം 15 മുതൽ ഒരു ആവറേജ് 15-18 ലക്ഷം രൂപ ഞാൻ മെയിൻ്റനൻസിനായിട്ട് ചിലവാക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സർവീസ് ചാർജ് ഏകദേശം 4 ലക്ഷം രൂപയേ ഉള്ളൂ. അതിൽ 1 ലക്ഷം രൂപയോളം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അക്കാഡമിക്കും KSFDC-ക്കുമായിട്ട് കൊടുക്കണം. കോൺക്ലേവിൽ ഉയർന്ന വിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായം തേടി നയത്തിന്റെ അന്തിമ കരട് രൂപം നിർമ്മിക്കാനാണ് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ അടിയന്തര വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകാൻ വൈകുമോ എന്ന ആശങ്കയിലാണ് തിയേറ്റർ ഉടമകൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.